ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോർ മുമ്പയുടെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ നിർണായക നിമിഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. വൈജയന്തിയും സ്റ്റാൻലിയും വർഷങ്ങൾക്ക് ശേഷം നേർക്കുനേർ കാണുന്ന അത്യന്തം വികാരഭരിതമായ ഒരു രംഗം. അലീനയെ സംബന്ധിച്ച് ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ, ബാലചന്ദ്രമേനോനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും അതിന്റെ പിന്നാലെ കുടുംബം മുഴുവൻ നേരിടേണ്ടി വരുന്ന കടുത്ത പ്രതിസന്ധികളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അലീന താൻ 23 വർഷം മുമ്പ് പ്രസവിച്ച സ്വന്തം മോളാണെന്ന് വൈജയന്തി തിരിച്ചറിഞ്ഞതിനു ശേഷമൊക്കെ കടപ്പാട്ടൂർ വീട്ടിലും കൊല്ലപ്പള്ളിയിലും അതുപോലെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിൽ ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. വൈജയും ബാലചന്ദ്രനും കൂടിയുള്ള വഴക്കിന് പിന്നാലെ വൈജയന്തിയുടെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് അലീനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ബാലചന്ദ്രമേനോൻ തുറന്നു പറയുന്നത്. സത്യം അറിഞ്ഞതിന് പിന്നാലെ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പൂർണ്ണമായും ഞെട്ടിപ്പോയൊരവസ്ഥയിലായിരുന്നു. ആരും ഒന്നും സംസാരിക്കാനാകാതെ പകച്ചുപോയി നിൽക്കുകയാണ്. 23 വർഷം മുമ്പ് താൻ ജീവിച്ച ജീവിതമൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ അന്ന് പ്രസവിച്ച കുഞ്ഞ് ഇപ്പൊ ജീവനോടെയുണ്ട്. ആ കുഞ്ഞാണ് തന്റെ മുമ്പിൽ ജോലിക്കാരിയായി വന്ന അലീന എന്നറിയുമ്പോൾ വൈജയന്തി മാനസികമായി തകർന്നു പോവുകയാണ്. ചുമരിൽ ചാരി നിന്ന വൈജയന്തി അവിടെ തന്നെ ഇരുന്നു പോകുന്നുണ്ട്. ഈ സമയം കൊല്ലപ്പള്ളിയിൽ നിന്നുള്ളവരും കടപ്പാട്ടൂർ വീട്ടിലുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് വൈജയന്തി തന്നെയാണ്. പിരിച്ചുവിട്ട ജോലിക്കാരുടെ ക്ഷേമം അന്വേഷിക്കാൻ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോയതിനെ തുടർന്നാണ് വൈജയന്തി ബാലചന്ദ്രനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നത്. അക്കാര്യം സ്വന്തം കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനും കൂടിയായിരുന്നു വൈജയന്തിയുടെ തീരുമാനം. ബാലചന്ദ്രനും അലീനയും തമ്മിൽ ഇപ്പോഴും മോശം ബന്ധമുണ്ടെന്നും എന്റെ നിർബന്ധം കൊണ്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറഞ്ഞയച്ചതെന്നും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വൈജയന്തി. തന്നെയും അലീനയും കുറിച്ച് ഇതിനു മുമ്പും വൈജയന്തി മോശമായ രീതിയിൽ പല കഥകളും മെനഞ്ഞിട്ടുണ്ടെങ്കിലും സഹികെട്ട അവസ്ഥയിലാണ് ബാലചന്ദ്രൻ വൈജിക്ക് നേരെ പൊട്ടിത്തെറിച്ചതും. എന്തായാലും കൊല്ലപ്പള്ളി വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ എല്ലാം തുറന്നു പറയുന്നതോടുകൂടി സൗദാമിനിയമ്മയും സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ്. തന്റെ മകളുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചല്ലോ എന്നോർത്തിട്ടാണ് സൗദാമിനിയമ്മ കരയുന്നത്. അവസാനം വൈജയന്തിക്കൊപ്പം സൗദാമിനിയമ്മയും കൂടെ കരയുന്നത് കണ്ട് അവിടെ കൂടി എല്ലാവർക്കും തന്നെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഭവതിയും കൃഷ്ണമോളും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. രോഹിത്തും മനുവും കൂടി സൗദാമിനിയമ്മയുടെ അടുക്കലേക്ക് ചെന്ന് സമാധാനിപ്പിച്ചിട്ട് അവരെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കാതെ വൈജയന്തിയുടെ അടുക്കലേക്ക് തന്നെ ചെന്ന് തകർന്നുപോയ വൈജയന്തി കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ് സൗദാമിനിയമ്മ. അത്രയധികം മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനാകാതെ സ്വന്തം മക്കളുടെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ വൈജയന്തി തല കുനിച്ചിരിക്കുകയാണ്. തങ്ങളുടെ അമ്മ ഒരു അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ ആണെന്ന് അറിയാമെങ്കിലും ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ കണ്ട് ഭവതിക്കും കൃഷ്ണമോക്കും രോഹിത്തിനുമൊക്കെ നല്ല സങ്കടവും അതോടൊപ്പം അവരുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവരും പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു നിശബ്ദതയ്ക്ക് ശേഷം വൈജയന്തിയെ മക്കൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് റൂമിൽ കൊണ്ടാക്കുകയാണ്. ഒപ്പം സൗദാമിനി അമ്മയും. വൈജയന്തി കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ടുണ്ടായിരുന്നു. 23 വർഷം മുമ്പ് സ്റ്റാൻലി മൊത്ത് ജീവിച്ചതും അതുപോലെ താൻ പ്രസവിച്ച കുഞ്ഞ് വളർന്നു വലുതായി തന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അങ്ങനെ പോലും സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയാതെ അവളെ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചതും മോശക്കാരിയായി ചിത്രീകരിച്ചതും ഒടുവിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടതും അങ്ങനെ എല്ലാം ഒരു നൊമ്പരത്തോടെ തന്നെ വൈജയന്തി ഓരോന്നോരോന്നായി ഓർത്തിരുന്ന് കരയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബബിതയുടെ ഫോണിലേക്ക് അലീന വിളിക്കുന്നുണ്ട്. ബബിത ഫോൺ എടുത്തിട്ട് മനുവേട്ടനെ വിളിക്കുക എന്നും പറഞ്ഞ് തന്നെ കട്ട് ചെയ്യുമ്പോൾ അലീനയ്ക്കും എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് കേട്ടോ. പിന്നീട് അധികം വൈകാതെ തന്നെ അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയോട് മനു കടപ്പാട്ടൊരു വീട്ടിലുണ്ടെന്നും ബാലചന്ദ്രൻ അങ്കിള് എല്ലാ സത്യങ്ങളും വൈജയന്തിയെ അറിയിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനു അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ തന്നെ അലീനയോട് പറയുന്നതോടുകൂടി അലീനയ്ക്കും വിഷമമായി. അലീനയും കരച്ചിൽ തന്നെയാണ്. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നൊരു കുറ്റബോധത്തിൽ അലീന വിങ്ങിപ്പൊട്ടുകയാണ്. എന്നിട്ടും ഒരു സമാധാനവും കിട്ടാതെ കടപ്പാട്ടൂർ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ കൂടെ മനുവിനോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അലീന. സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ അലീന സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിൽ നിൽക്കുന്നത്. എങ്കിലും അലീനയുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെ മനു അലീനയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും താൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണമെന്നും പറഞ്ഞ് വാ വിട്ട് കരയുകയാണ് വൈജയന്തി. എന്നാൽ തന്നോടും അലീനയോടും കാണിച്ചു കൂട്ടിയ സകലതും മനസ്സിൽ കരുതി ഒരക്ഷരം പോലും മിണ്ടാതെ ബാലചന്ദ്രൻ അവിടുന്ന് അപ്സ്റ്റെയറിലേക്ക് കയറി പോവുകയാണ്. എന്നാൽ അതിനെല്ലാം ശേഷം വൈകുന്നേരം ആയ സമയത്ത് താൻ പ്രസവിച്ച തന്റെ മകളെ ഇപ്പൊ തന്നെ തനിക്ക് കാണണമെന്ന് വൈജ വാശി പിടിക്കുകയാണ്.
സൗദാമിനി അമ്മയും കൃഷ്ണമോളും ബബിതയും രോഹിത്തും വൈജയന്തിയെ തടയുന്നുണ്ടെങ്കിലും വൈജയന്തി അവരുടെ ആരുടെയും വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായില്ല. അലീനയെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് കൊണ്ടാക്കിയതെന്ന് വൈജയന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബാലചന്ദ്രനോടും മനുവിനോടും ഒക്കെ അലീനയെ എവിടെയാണ് കൊണ്ടാക്കിയത്, എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകണം, അവൾ എവിടെയാണ് കൊണ്ടാക്കിയെന്നുള്ള അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കുളത്തൂപ്പുഴ എന്ന സ്ഥലം മാത്രമാണ് വൈജയന്തിക്ക് അറിയാവുന്നത്. എന്നാൽ അവിടെ ആരുടെ വീട്ടിലാണെന്നോ എവിടെയാണെന്നോ ഒന്നും തന്നെ വൈജയന്തിക്ക് അറിയില്ല. അലീനെ ഒരു പ്ലാന്ററുടെ വീട്ടിലേക്കാണ് കൊണ്ടുവിട്ടത് എന്ന് മനു പറയുന്നുണ്ട്. ഒടുവിൽ വൈജയന്തിയുടെ നിർബന്ധത്തിന് കീഴടങ്ങി ബാലചന്ദ്രൻ വീടിന്റെ അഡ്രസ്സ് കൂടി പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി പിന്നീട് ഒട്ടും താമസിയാതെ വൈജയന്തി വണ്ടിയെടുത്ത് നേരെ കുളത്തൂപ്പുഴയിലേക്ക് തന്നെ പോവുകയാണ്. വൈജയുടെ ആങ്ങളമാരും മനുവും സൗദാമിനിയമ്മയും ഉൾപ്പെടെ എല്ലാവരും വൈജയെ തടയാൻ നോക്കിയെങ്കിലും ബാലചന്ദ്രൻ വൈജയെ തടഞ്ഞില്ല. ഇനിയും തനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് തന്നെ വൈജയന്തി നിറം കണ്ണുകളോടെ തന്റെ മകളെ കാണാനായി കുളത്തൂപ്പുഴയിലേക്ക് തന്നെ പോവുകയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വൈജയന്തി കൊട്ടാരമറ്റത്തിൽ വീടിന്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി. ചുറ്റും നിശബ്ദതയാണ്. വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ കുറെ നായ്ക്കൾ ഇറങ്ങി വന്ന് സിറ്റൗട്ടിൽ നിൽക്കുന്നു. വൈജയെ കണ്ടുകൊണ്ട് അവറ്റുകൾ കുരയ്ക്കുന്നുമുണ്ട്. നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടോണ്ടാവണം ആന്റപ്പൻ ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, ആരാ, എന്തു വേണം? വൈജ ഒരു വിറങ്ങലിച്ച ശബ്ദത്തോടെ തന്നെ പറഞ്ഞു, അലീനയെ കാണണം. അപ്പോഴേക്കും ആന്റപ്പൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അലീനെ കൊച്ചിനെ കാണാൻ വന്നതാണോ? പാലായിന്നായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അതെ, എനിക്ക് അലീനയെ കാണണം, ഞാൻ പാലായിന്നാണ് വരുന്നത്. അല്ല, അലീന കുഞ്ഞിനെ കണ്ടിട്ട് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്, അവളെ വിളിക്ക്, എനിക്ക് അവളെയാണ് കാണേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. ആന്റപ്പൻ പറയുന്നുണ്ട്, അല്ല മേഡം, അലീന കുഞ്ഞ് സാബിന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുടുംബത്തിലുള്ളവർക്ക് ചില കണ്ണുകടിയൊക്കെ ഉണ്ട്. മേഡം ആരാന്നറിയുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആരാ ആന്റപ്പൻ ചേട്ടാ വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീന ഇറങ്ങി വരുന്നതും. വന്ന പാടെ വരാതിൽ നിൽക്കുന്ന വൈജയന്തി കണ്ട് അലീന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഒരക്ഷരം പോലും മിണ്ടാതെ അല്പനേരം നിശബ്ദമായി നോക്കി നിൽക്കുകയാണ്. അലീനയെ കണ്ട സന്തോഷത്തിൽ വൈജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാര്യമറിയാതെ ആന്റപ്പൻ ഇരുവരെയും നോക്കി നിന്നു. പെട്ടെന്നാണ് അലീന സ്വബോധത്തിലേക്ക് തിരികെ വന്നത്. മേഡം എന്താ ഇവിടെ, എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പകച്ചുപോയി നിൽക്കുകയാണ്. എന്നിട്ട് വൈജയന്തി അലീനയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു എല്ലാവരും കൂടി എന്നെ ഇത്രയും നാൾ ഒരു വിഡ്ഢിയാക്കിക്കൊണ്ടിരുന്നത്? ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം മോളാണെന്ന് നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ അമ്മയാണ് ഞാനെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വൈജ അലീനയുടെ മുമ്പിൽ വിങ്ങി പൊട്ടുകയാണ്. അതേസമയം തന്നെ വൈജയന്തി തന്നെ പ്രസവിച്ച സ്വന്തം അമ്മയാണെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് തന്നെ കാണാൻ ഇവിടേക്ക് ഓടി വന്നതെന്നും മനസ്സിലാക്കിയാണ് അലീന. പെട്ടെന്നാണ് അലീന മറ്റൊരു കാര്യം കൂടി ഓർത്തത്. സ്റ്റാൻലി ജോസഫ് പപ്പയുടെ അടുത്തേക്കാണ് അച്ഛൻ എന്നെ കൊണ്ടാക്കിയതെന്ന് മേഡം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അലീന വേഗം വൈജയോട് ഒരു അകൽച്ച കാണിച്ചു നിന്നു. ഇത്രയും നാളും എനിക്ക് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അനാഥയായി തന്നെയാണ് ജീവിച്ചത്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ മതി. പിന്നെ ആരുടെയും ജീവിതം നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ വിട്ടേക്ക് മേഡം. സ്വന്തം പെറ്റമ്മയെ ഒരു നോക്ക് കാണാനും കൂടപ്പിറപ്പുകളുടെ കൂടെ കുറച്ച് ദിവസം സന്തോഷത്തോടെ നിൽക്കണം എന്നൊക്കെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനെല്ലാം കൂടി അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. വേദനകളും കുറ്റപ്പെടുത്തലുകളും നാണക്കേടുകളും ഞാൻ ഒരുപാട് അനുഭവിച്ചു. സ്വന്തം അച്ഛനെ പോലെ കരുതിയ ആളെക്കുറിച്ച് പോലും മേഡം എത്ര മോശമായ കഥകൾ ഉണ്ടാക്കി. ഓരോ മോശം വാക്കുകളും വിളിച്ച് എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചു. അവസാനം കൊല്ലപ്പള്ളിയിൽ ഞാൻ മേഡത്തെ കാണാൻ വന്നപ്പോൾ പോലും മേഡം എന്നെ ശപിച്ചാണ് ഇറക്കി വിട്ടത്. ഞാൻ ഒരു കാലത്തും ഗതി പിടിക്കരുതെന്ന് മേഡം എന്നെ പ്രാഗി. മതി മേഡം, എനിക്കിനി വയ്യ, എനിക്കിനി ഒരു അംഗീകാരം വേണ്ട, ആരുടെ മകളും ആകണ്ട എന്നൊക്കെ അലീന പറഞ്ഞ് കരയുമ്പോഴേക്കും വൈജയം ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ്. അത് പിന്നെ എന്നോടാരും പറഞ്ഞില്ല. നീ എൻ്റെ മോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 23 വർഷം മുമ്പ് ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. ഞാൻ അതാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ നീ ജീവനോടെ ഉണ്ടെന്നും നീയാണ് വളർന്നു വലുതായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. നീ എന്നോട് ക്ഷമിക്കേ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അലീനയുടെ കൈ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴും അലീന ഒരകൽച്ചയോടെ തന്നെ നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. നിങ്ങളും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇനി ഞാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മേഡം എന്നെ മറന്നേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അലീന. എന്നിട്ടും വൈജയന്തി തനിക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് അലീനയോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. മോളെ, നീ അമ്മയോട് പൊറുക്കണം. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കറിയില്ലായിരുന്നു മോളെ ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മോളാണെന്ന്. നീ എന്നോട് പൊറുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കരയുകയാണ് വീണ്ടും. ഈ സമയത്തും അലീന വൈജയന്തിയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞുവിടാൻ തന്നെയാണ് നോക്കുന്നത്. സ്റ്റാൻലി പപ്പയെ കണ്ടാൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാകുമെന്ന് അലീനയ്ക്ക് അറിയാം.
ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, ആരാ ഇത്, എന്തിനാ ഇവരിപ്പോൾ ഇങ്ങനെ കരയുന്നത്, അല്ല മോളോട് ഇവർ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പോഴും അലീന വൈജയന്തിയെക്കുറിച്ച് ഒന്നും തന്നെ വിട്ടു പറയാൻ നിൽക്കുന്നില്ല. അലീനയോട് പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എന്നൊരു കുറ്റബോധത്തിൽ തന്നെ വൈജയന്തി ആ വീടിന്റെ പടി ഇറങ്ങുന്ന സമയത്താണ് ആൻ്റപ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈജയിലേക്ക് ഓർമ്മ വന്നത്. ഇവിടുത്തെ സാബിന്റെ മകളാണ് അലീന എന്ന് അറിഞ്ഞപ്പം മുതൽ സാബിന്റെ കുടുംബത്തിലുള്ളവർക്ക് ചില കണ്ണുകടി ഉണ്ടെന്നൊക്കെ ആൻ്റപ്പൻ പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ വൈജയന്തി ഇങ്ങനെ ഓർത്ത് സംശയിച്ചു നിൽക്കുകയാണ്. തിരികെ വന്ന് ആൻ്റപ്പനോട് വൈജ ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങളുടെ സാബ്, നിങ്ങളുടെ സാബിന്റെ മോളാണ് അലീന എന്നല്ലേ പറഞ്ഞത്, അദ്ദേഹത്തെ വിളിക്കുവോ, എനിക്കൊന്ന് കാണാൻ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്ന നിമിഷം അലീന ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അതിനിപ്പോ എന്താ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം എന്ന് ആൻ്റപ്പൻ പറയുമ്പോഴേക്കും അലീന അതിനെ സമ്മതിക്കുന്നില്ല. വേണ്ട, അമ്മ സ്റ്റാൻലി പാപ്പയെ കണ്ട പ്രശ്നങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും ഇത് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ആൻ്റപ്പൻ ചേട്ടനോട് പറയുന്നുണ്ട് അലീന, വേണ്ട ആൻ്റപ്പൻ ചേട്ടാ, കേണൽ സാബിനെ വിളിക്കണ്ട, ഇവരെന്നെ കാണാനാണ് വന്നത്, എന്നെ കണ്ടു, ഇനി ഇവര് തിരിച്ചു പോയിക്കോളും, വെറുതെ കേണൽ സാബിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാനാണ് അലീന നോക്കുന്നത്. അപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ആൻ്റപ്പൻ, ആരാ അവിടെ എന്നിങ്ങനെ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാൻലി ഇറങ്ങി വരുന്നത്. ആ ശബ്ദം കേട്ട് വൈജയന്തിയും അതുപോലെ തന്നെ അലീനയും ഞെട്ടിപ്പോയി നിൽക്കുകയാണ്. സ്റ്റാൻലിയുടെ ശബ്ദം കേട്ട് വൈജയന്തി ഒരു നിമിഷം കോരിത്തെറിച്ച് നിന്നുപോയി. സ്റ്റാൻലി ജോസഫ് അങ്ങോട്ടേക്ക് വന്നു നിൽക്കുമ്പോൾ വൈജയന്തി ആകെ തകർന്നു പോവുകയാണ്. വൈജയന്തിയെ കണ്ടപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ സ്റ്റാൻലിയും. 23 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ജീവന്റെ ജീവനായി സ്നേഹിച്ച പെണ്ണിനെ സ്റ്റാൻലി കാണുന്നത്. അതിന്റെ ഒരു ഷോക്കിൽ തന്നെ രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം നോക്കി നിന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം അവർ രണ്ടുപേരും അവരുടെ പഴയ കാലത്തേക്ക് ഒന്ന് പോയി. ആഗ്ര കോൺവെന്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പ്രേമത്തിലായതും ഒന്നിച്ച് ജീവിച്ചതും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചതുമായ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ് രണ്ടുപേരും. വീട്ടുകാർ കൂടി ചേർന്ന് നടത്തിയ ഒരു ഒത്തുകളിയായിരുന്നല്ലോ അന്ന് അവിടെ സംഭവിച്ചതൊക്കെ. അതൊക്കെ മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ തന്നെ ഇരുവരും ഓർത്തു. പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞു. ഇപ്പൊ രണ്ടുപേർക്കും മറ്റൊരു കുടുംബവും കുട്ടികളും ഒക്കെയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ രണ്ടുപേരും നിശബ്ദമായി തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ സ്റ്റാൻലി ഒരു നെടുവീർപ്പോടെ തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി വൈജയോട് പറയുന്നുണ്ട്. തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും താൻ ആരെയും സാധിക്കാൻ നോക്കിയിട്ടില്ലെന്നും ജീവന്റെ ജീവനായി തന്നെയാണ് വൈജയന്തിയെ സ്നേഹിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റാൻലി തുറന്നു പറയുകയാട്ടോ. ചിന്നമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്താണ് പൂർണ്ണ ഗർഭിണിയായ വൈജയെ വാടക വീട്ടിൽ തനിച്ചാക്കി സ്റ്റാൻലി പുനലൂർക്ക് പോയതും. അവിടുന്ന് തിരികെ വന്ന സമയത്ത് നിന്റെ ആങ്ങളമാർ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നും അതിനുശേഷവും നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കുറെ നിന്നെ അന്വേഷിച്ച് നടന്നുവെന്നും അതിനിടയിൽ ഗുരുതരമായ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഞാൻ കുറച്ചുനാൾ ഹോസ്പിറ്റലൈസ്ഡിലായിരുന്നുവെന്നും പിന്നീട് നിന്റെ വിവരങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടുമില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തേങ്ങലോടെ തന്നെ സ്റ്റാൻലി വൈജയോട് പറയുകയാണ്. അതെല്ലാം കേട്ടിട്ട് ഒന്നും സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ വൈജ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ഇതുവരെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വൈജയന്തി വല്ലാതെ വേദനിക്കുകയാണ്. സ്റ്റാൻലി തന്നെ ചതിച്ചിട്ടില്ലെന്നും സ്റ്റാൻലിക്ക് അന്നും എന്നോട് ഭ്രാന്തമായ സ്നേഹം തന്നെയായിരുന്നു എന്നും ഒരിക്കലും സ്റ്റാൻലി എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെന്നും അച്ഛനും അമ്മയും എന്നെ ആങ്ങളമാരും ഉൾപ്പെടെ അമ്മാവന്മാരും എല്ലാവരും ഒത്തുചേർന്നാണ് ഇങ്ങനൊരു നാടകം കളിച്ചതെന്നും എന്നെയും സ്റ്റാൻലിയും തമ്മിൽ അകറ്റാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തതെന്നൊക്കെയുള്ളത് വേദനയോട് തന്നെ നമ്മുടെ വൈജയന്തി ഓർത്തുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പോകുന്നതിനിടയിൽ തന്നെ വൈജയന്തി ബാലചന്ദ്രനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. മറ്റൊരാണൊരുത്തിന് തനിക്കുണ്ടായ മകളാണ് അലീന എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചതും മകളായി അംഗീകരിച്ചതും സ്വന്തം മകളെ പോലെ അവൾക്ക് വേണ്ടതെല്ലാം നൽകി അവളെ സംരക്ഷിച്ചതെന്നും എന്നിട്ട് അവളുടെ സ്വന്തം അച്ഛനെ തിരക്കി പിടിച്ച് അവളെ അയാളുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ ബാലചന്ദ്രൻ ചെയ്തില്ലേ? ബാലചന്ദ്രൻ വലിയൊരു മനുഷ്യനാണ്, നല്ല ഹൃദയത്തിനുടമയാണ്. അയാൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട്. ബാലചന്ദ്രനെ വിവാഹം കഴിച്ചതിനു ശേഷം അയാളോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാതിരുന്നതും ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും സംസാരിച്ചതും പെരുമാറിയതും എല്ലാം വൈജയന്തി ഓർത്ത് ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ എന്നോർത്ത് പശ്ചാത്തപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചതിച്ച തന്റെ ആങ്ങളമാരോടും അമ്മയോടും മരിച്ചുപോയ അച്ഛനോടും ഉൾപ്പെടെ വൈജയ്ക്ക് അടക്കാനാവാത്ത ദേഷ്യവും വരികയാണ്. തിരികെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് എത്തുന്ന വൈജയന്തി അവിടെ ഉണ്ടായിരുന്ന ആങ്ങളമാരോടും അമ്മയോടും സ്റ്റാൻലിയോട് ചെയ്ത ക്രൂരതകളെ ചോദ്യം ചെയ്യുകയും തന്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റി ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കിയതിനുമൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് താൻ പ്രസവിച്ച തന്റെ മകളായ അലീന സ്റ്റാൻലിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും സ്റ്റാൻലിയുടെ മകളായിട്ട് സ്റ്റാൻലി അവളെ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി തന്നെ അവിടെ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയുന്നുണ്ട്. ഒടുവിൽ സ്റ്റാൻലി ജോസഫിനോട് ചെയ്ത ക്രൂരതകളും ബാലചന്ദ്രനോട് ചെയ്ത ചതിയും വഞ്ചനയും എണ്ണിപ്പറഞ്ഞ് വൈജയന്തി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. തനിക്ക് പറ്റിപ്പോയ സകല അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ബാലചന്ദ്രന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് വൈജയന്തി.